കേരളത്തിൽ ഇന്ന് പഞ്ചവാദി രംഗത്ത് തിമില കലാകാരന്മാരിൽ വ്യക്തിത്വം കൊണ്ടും കഴിവുകൊണ്ടും ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള കലാകാരനാണ് ശ്രീ ഒറ്റപ്പാലം ഹരിയേട്ടൻ്റെ പഞ്ചവാദ്യങ്ങൾ വിജയിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ശ്രീ കലാമണ്ഡലം വിനയേട്ടൻ. ഇവരുടെ അരങ്ങേറ്റം മുതൽ ഇതുവരെയുള്ള കലാജീവിതത്തെക്കുറിച്ചുള്ള ചെറു വിവരണമാണ് ഈ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏകദേശം ഒരു 10 വയസ്സുള്ളപ്പോഴാണ് തിമല അരങ്ങേറ്റം ഉണ്ടായത്. ഒരു 1994 തിമല അരങ്ങേറ്റം. ചുനങ്ങാട് മോഹനൻ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം കോങ്ങാട് വിജയേട്ടൻ്റെ ശിഷ്യനാണ് ചുനങ്ങാട് മോഹനൻ. 94 തിമല അരങ്ങേറ്റം കഴിഞ്ഞു. അതോടുകൂടി കുറേശ്ശെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. പിന്നെ 97 മായന്നൂർ രാജുവാശാൻ്റെ അടുത്ത് നിന്ന് തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞു. മായന്നൂർ രാജുവാശാൻ എന്ന് പറഞ്ഞാൽ പല്ലാവൂർ അപ്പന്മാരാരുടെ ശിഷ്യനാണ്. അപ്പോൾ അങ്ങനെ 2 മഹത് വ്യക്തികളുടെ കീഴിലാണ് ഞാൻ തിമലം ചെണ്ടയും പഠിച്ചത്. ഒന്ന് ചുനങ്ങാട് മോഹനൻ, ഒന്ന് മായന്നൂർ രാജു. അവിടുന്ന് അങ്ങോട്ട് കുറേശ്ശെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. പിന്നെ വർഷക്കാലത്തുള്ള സാധകം, പിന്നെ സീനിയർ കലാകാരന്മാരെ നമ്മൾ കണ്ടുപഠിക്കുക, അവർ കൊട്ടണത് കേട്ട് പഠിക്കുക, അവരുടെ കൂടെ നടന്നിട്ട് അവർ ചെയ്യണ കാര്യങ്ങൾ കാണുക, വർഷക്കാലത്ത് പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ സംശയങ്ങൾ തീർക്കുക. അങ്ങനെ മെല്ലെ അറ്റത്തുനിന്ന് തുടങ്ങി മെല്ലെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കുറേശ്ശെ പഞ്ചവാദ്യങ്ങൾ പ്രമാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോണു. നമസ്കാരം. ഞാൻ 2000-ലാണ് കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്യണത്. 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ് മുതലാണ് അവിടുത്തെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. 2000 മുതൽക്ക് 2003 വരെ അവിടെ പഠിച്ച് 2003-ലാണ് അരങ്ങേറ്റം നടത്തിയിട്ടുള്ളത്. അവിടുത്തെ പഠന രീതി എന്ന് പറയുമ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് 4:30 മുതൽ 6:30 വരെയുള്ള സാധകവും, അതിനുശേഷം 9 മണി മുതൽ 11 മണി വരെയുള്ള പ്രാക്ടിക്കൽ കളരിയും, അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസം, അതിനുശേഷം 3 മണി മുതൽ 5 മണി വരെയുള്ള പ്രാക്ടിക്കലായിട്ടും തിയറിക്കലായിട്ടുള്ള കളരികളും ആണ് കലാമണ്ഡലത്തിലെ പഠന രീതിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കലാമണ്ഡലം ശ്രീധരൻ നമ്പിശാശാൻ, കോങ്ങാട് മധുവാശാൻ എന്നിവരാണ് 2 എൻ്റെ ആശാന്മാർ. അവിടെ 2003 അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ആദ്യമായി കൊട്ടിയത് എൻ്റെ തട്ടകത്ത് അമ്പലത്തിൽ തന്നെയാണ്. വടകുറുമ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഒരു പരിപാടിക്ക് പഞ്ചവാദ്യത്തിന് പങ്കെടുക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് നിരവധി പരിപാടികൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളിലും എല്ലാം പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഹരിയേട്ടന്റെ എല്ലാ പഞ്ചായത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് കലാമണ്ഡലം വിനയേട്ടൻ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പരിചയം എവിടുന്നാണ്? അതുപോലെ ഇതുവരെയുള്ള അതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 20 കൊല്ലത്തോളമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം സീനിയർമാരുടെ പഞ്ചവാദ്യങ്ങൾക്ക് ഒരു 90% ഞങ്ങൾ 2 പേരും ഉണ്ട്. ഇപ്പോൾ സീസണിലായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 100 പ്രോഗ്രാം സീസണിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 80 പ്രോഗ്രാം ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുക. അതിൽ തന്നെ ഒരു 10, 20, 30 പഞ്ചവാദ്യം എൻ്റെ പ്രമാണത്തിലാണെങ്കിൽ ഒരു കൂട്ട് വിനയനാണ് ഉണ്ടാവുക. അത് 90% അങ്ങനെയാണ് ഉണ്ടാവുക. ചിലപ്പോൾ മാത്രമേ മാറ്റം വരുള്ളൂ. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ഞങ്ങൾ തിമലത്തായമ്പ തുടങ്ങിയപ്പോൾ ആദ്യം തിമലത്തായമ്പക അവതരിപ്പിച്ചത് കരിയന്നൂർ തിരുമേനിയും കോങ്ങാട് മോനേട്ടനും ഞാനും കൂടി ഒരു ത്രിപിൾ തിമലത്തായമ്പകയാണ് ആദ്യം അവതരിപ്പിച്ചത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വെച്ചിട്ട്. അതിന് ശേഷം പിന്നെ തിമലത്തായമ്പക ഞാനും വിനയനും കൂടിയാണ് ഡബിളായിട്ട് അവതരിപ്പിച്ചത്. ഒരുപാട് വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ട് തിമലത്തായമ്പക, ഡബിളായിട്ടും ത്രിപിളായിട്ടും. പിന്നെ അതേപോലെ ഫ്യൂഷനുകൾ, അങ്ങനെ പഞ്ചവാദ്യം തിമലത്തായമ്പക ഫ്യൂഷൻ എല്ലാത്തിലും എൻ്റെ കൂടെ ഒരു 20 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് വിനയൻ. ഇപ്പം അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ പ്രമാണത്തിലും പഞ്ചവാദ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. ഒറ്റപ്പാലം ഹരിയേട്ടനിൽ വിനയേട്ടൻ കണ്ടിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന, ഇപ്പോഴും ഞാൻ അത്ഭുതത്തോടു കൂടി കൊട്ട് കേൾക്കുന്ന, കാണുന്ന ഒരു വ്യക്തിയാണ് ഒറ്റപ്പാലം ഹരിയേട്ടൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കൊട്ടുമ്പോഴും നമുക്ക് തരുന്ന ഊർജം അതൊന്നും വേറെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൊട്ട് കാണുമ്പോഴും അതുപോലെ കൊട്ടാൻ ശ്രമിക്കലാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. പരമാവധി അതുപോലെ തന്നെ കൊട്ടാനും ശ്രമിക്കാറുണ്ട്. കൂടെ കൊട്ടുന്ന സഹകലാകാരന്മാർക്ക് പറ്റാവുന്ന രീതിയിലാണ് അദ്ദേഹം എപ്പോഴും ഏത് എണ്ണങ്ങൾ കൊട്ടുമ്പോഴും അതെ തൊട്ടടുത്ത് നിൽക്കുന്ന കലാകാരന്മാർക്ക് പറ്റാവുന്ന രീതിയിൽ അദ്ദേഹം എല്ലാം ചെയ്യാറുള്ളൂ. അത് എല്ലാ കലാകാരന്മാരെയും ഒരുമിച്ച് കൊണ്ട്
പോകുന്ന നേതൃപാടവം അതൊന്നും വേറെ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ രീതി, കാലപ്രമാണം, കൈശുദ്ധത എല്ലാം വേറെടുത്ത് പറയേണ്ടത് തന്നെയാണ്.